ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈ സുശീതൈ സിതൈ യുഷ്മദ്വാക്ഖലശോജ്ജിതൈ ശ്രുതിസുഖൈ വാക്യാമൃതൈ സേചയ സന്തപ്തം ഭവതാവദാവദഹനജ്വാലാഭിരേണം പ്രഭോ ധന്യാസ്തേ ഭവദീക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. വലിയ പ്രഭാഷണത്തേക്കാൾ പ്രവൃത്തിയാണ് പ്രധാനം എന്ന് ആചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സനാതനധർമ്മ വിഷയകമായി ഉജ്ജ്വലമായ ഒരു മാർഗദർശനമുള്ളത് ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ച. ഓരോരുത്തരും അവരവരുടെ വ്യക്തിത്വ വികാസത്തിനും ജന്മസാഫല്യത്തിനും വേണ്ടി ഉത്സാഹിക്കുന്നതിനോടൊപ്പം സമാജത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ്. അന്നിലയിലുള്ള ഒരു പ്രവർത്തനം ആദിശങ്കര ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്നു എന്നറിയുന്നതിൽ വളരെ കൃതാർത്ഥതയുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ 3ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു ഗ്രാമം ദത്തെടുക്കാൻ നിശ്ചയിച്ചത് നിശ്ചയമായും അത്യുജ്വലമായ ഒരു കാര്യമാണ്. ഇത് ഒരാരംഭം മാത്രമാണ് എന്നും ഭാവിയിൽ അനവധി ഗ്രാമങ്ങൾ ഇതുപോലെ ഏറ്റെടുത്ത് സേവന പ്രവർത്തനങ്ങൾ നടത്തും എന്നും മനസ്സിലാക്കുന്നു. ഈ ഫൗണ്ടേഷന് എല്ലാവിധ ശുഭാശംസകളും നേരുന്നതിന് ഈ സന്ദർഭത്തെ വിനിയോഗിക്കുകയാണ്. ഭഗവത്ഗീത 3ാം അധ്യായത്തിൽ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജ്ഞാനനിഷ്ഠയാണ് ശ്രേഷ്ഠമെങ്കിൽ, ഉത്തമമെങ്കിൽ എന്തിന് ഹിംസാത്മകമായ ഒരു കർമ്മത്തിന് ഭഗവാനെ എന്നെ വിനിയോഗിക്കുന്നു? യുദ്ധകർമ്മം ഹിംസാത്മകമാണ്. തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി. 2ാം അധ്യായത്തിൽ ഭഗവാൻ ജ്ഞാനനിഷ്ഠയുടെ മഹത്വത്തെക്കുറിച്ച് വിശേഷിച്ചും സ്ഥിതപ്രജ്ഞ ലക്ഷണമൊക്കെ വിസ്തരിക്കുന്നുണ്ട്. എന്നാൽ അർജുനനോട് എന്ന നിലയിൽ നേരിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നിടത്തൊക്കെ കർമ്മണ്യേവ അധികാരഃ തേ എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. അതുകൊണ്ട് യുദ്ധനിശ്ചയത്തോടെ എഴുന്നേറ്റാലും എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അവിടെയാണ് അർജുനൻ്റെ ഒരു ആശയക്കുഴപ്പമുണ്ടാവുന്നത്. ഞാൻ കർമ്മമേഖലയിൽ പ്രവർത്തിക്കുകയാണോ വേണ്ടത്, അതോ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയാണോ വേണ്ടത്? ഭഗവാന്റെ പക്ഷമനുസരിച്ച് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നത് കുറച്ചൊക്കെ ശ്രേഷ്ഠമായ കാര്യമാണെന്നാണല്ലോ.
ഇവിടെ ഭഗവാൻ പക്ഷേ കൃത്യമായ ഉത്തരം നൽകുന്നില്ല. ഈ ഉത്തരം നൽകാത്തതിൻ്റെ പ്രസക്തിയാണ് നമ്മുടെ സമാജം പ്രത്യേകമായി പരിഗണിച്ച് പഠിക്കേണ്ടത്. ഭഗവാന് പറയാമായിരുന്നു, അർജുന, കർമ്മയോഗ അനുഷ്ഠാനമാണ് ശ്രേഷ്ഠം, അതുകൊണ്ട് നീ അത് ചെയ്യ് എന്ന് പറയാമായിരുന്നു. അഥവാ ജ്ഞാനനിഷ്ഠയാണ് പ്രധാനം, അതുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ് നല്ലത് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഭഗവാൻ പറഞ്ഞത് അനാദികാലമായി ആചാര്യ ഭഗവത് പാദർ വ്യാഖ്യാനത്തിൽ പറയുന്നു, പുരാ സർഗാദൗ, സൃഷ്ടിയുടെ തുടക്കം തൊട്ട് തന്നെ ഈ രണ്ട് പ്രകാരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അധികാരികൾ വേറെയാണ്. അപ്പോഴും അർജുനന്റെ ആശയക്കുഴപ്പം നീക്കുന്നില്ല ഭഗവാൻ എന്നുള്ളതാണ് വസ്തുത. ഞാൻ എന്താ ചെയ്യേണ്ടത്? അർജുനൻ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ആവശ്യപ്പെടുന്നു. യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ, യാതൊന്നാണ് ശ്രേയസ്കരം എന്നത് എനിക്ക് ഉപദേശിച്ചു തരണമേ എന്നാണ് അർജുനൻ ആരംഭിച്ചത്. വീണ്ടും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഈ രണ്ടിൽ ഏതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരണേ എന്നും അഭ്യർത്ഥിച്ചിട്ടും ഭഗവാൻ രണ്ടും പറയുന്നു എന്നുള്ളതാണ് വസ്തുത. ആശയം ഇതാണ്: ഏത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോഴും എന്തിനത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാൻ സൃഷ്ടിയുടെ ആദ്യം മുതൽ തന്നെ രണ്ട് ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചു പോരുന്നുണ്ട്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ. ഹേ പാപരഹിതനായിട്ടുള്ള അർജുന, ഈ ലോകത്തിൽ രണ്ട് നിഷ്ഠയെക്കുറിച്ച് ഞാൻ എന്നാൽ നേരത്തെ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അതിൽ സാഖ്യന്മാർക്ക് ജ്ഞാനയോഗമാണ്, യോഗനിഷ്ഠയെ പ്രാപിച്ചിട്ടില്ലാത്ത അവരെ യോഗികൾ എന്ന് വിളിക്കുകയാണ്. നാളെ മറ്റന്നാൾ അവർ യോഗനിഷ്ഠയെ തീർച്ചയായിട്ടും പ്രാപിക്കും. അവർക്കായിക്കൊണ്ട് കർമ്മയോഗനിഷ്ഠയെ ഞാൻ ഉപദേശിച്ചിരിക്കുന്നു. ഇവിടെ എനിക്കുള്ളത് പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടിട്ടും നിനക്കുള്ളത് ഇത് എന്ന് കൃത്യമായി പറയുന്നതിന് പകരം രണ്ടും പറഞ്ഞു എന്നുള്ളതിൻ്റെ പ്രസക്തി നാം ആവർത്തിച്ചാലോചിച്ച് മനസ്സിലാക്കണം. എന്താണ് പ്രസക്തി? പ്രസക്തി ഇതാണ്: വ്യക്തമായ ലക്ഷ്യബോധം, അതുപോലെ തന്നെ വ്യക്തമായ മാർഗബോധം. ലക്ഷ്യത്തിനനുസരിച്ചാണ് മാർഗം നിശ്ചയിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് എന്താണ് ലക്ഷ്യം എന്ന് കൃത്യമായി പറയണം. ഭഗവാൻ തുടങ്ങിയിടത്ത് സാഖ്യന്മാർക്ക് ജ്ഞാനയോഗ നിഷ്ഠ എന്ന് പറഞ്ഞ ശേഷം പിന്നീട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നതോ ആരംഭിക്കാതിരിക്കുന്നതോ ഒന്നും തന്നെ ജ്ഞാനനിഷ്ഠയെ പ്രദാനം ചെയ്യില്ല. ഒരു നിമിഷം പോലും ഒരാൾക്കും വെറുതെ ഇരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ പുരോഗമിക്കുന്നു. ഒരു ഘട്ടത്തിൽ വെച്ച് ഭഗവാൻ പറയുകയാണ്, ഹേ അർജുന, ഹേ അർജുന, ഈ ഒരു യാത്രയിൽ ഒരാൾ ഏതൊരു സ്വാതന്ത്ര്യത്തെയാണ് പ്രാപിക്കുക? ഏതൊരു സ്വാതന്ത്ര്യത്തെയാണ് പ്രാപിക്കുന്നത്? യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. മനുഷ്യ സാക്ഷാത്കാരത്തിൻ്റെ, മനുഷ്യ ഉത്കർഷ ചിന്തയുടെ പരമകാഷ്ഠയായി ഒന്നിനെയും ആശ്രയിക്കാതെ അവരവരുടെ സ്വത്വത്തിൽ അഭിരമിക്കാൻ സാധിക്കും എന്ന പാഠം പകർന്നു നൽകുന്നു. പക്ഷേ ആ ഒരു തലത്തിലേക്ക് ഉയരണമെങ്കിൽ നമ്മിലെ പ്രവണതകളെ, പ്രേരണകളെ, കാമനകളെ അടിച്ചമർത്തി വയ്ക്കുകയല്ല വേണ്ടത്. മറിച്ച്
ആ ഒരു നിലയെ നീ പ്രാപിച്ചിട്ടില്ലേ അർജുന. അതുകൊണ്ട് തുടർന്ന് ഭഗവാൻ പറയുന്നു, കർമ്മയോഗ അനുഷ്ഠാനത്തെ ചെയ്യൂ. ജനകാദികൾ ഈ വഴിയെയാണ് അനുസരിച്ചിട്ടുള്ളത്. ശ്രേഷ്ഠന്മാരെന്താണോ മാതൃകയായി കാണിക്കുക, അതാണ് മറ്റുള്ളവർ പിന്തുടരുക എന്നിങ്ങനെ ചിട്ടയോടെ ഉപദേശിക്കുന്നു. സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാഠങ്ങളും, എന്താണ് ലക്ഷ്യം എന്നതിനെക്കുറിച്ച് വ്യക്തത, അത് സാക്ഷാത്കരിക്കാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ ഉള്ളിലേക്ക് നോക്കി എൻ്റെ അന്തസംഘർഷങ്ങളെ തിരിച്ചറിയണം, എൻ്റെ മനോവ്യാപാരങ്ങളെ മനസ്സിലാക്കണം, എൻ്റെ കാമനകളെ സഗൗരവം പരിഗണിക്കണം. അത് സാക്ഷാത്കരിക്കുന്നിടത്തേക്ക് മനോവ്യാപാരങ്ങളെ അനുസരിക്കുന്ന മേഖലയിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അത് ലോകോപകാരപ്രദമായ രീതിയിൽ ചെയ്യണം. ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തും അർഹസി. ഈ ഒരു ഇണക്കം യോഗബുദ്ധിയിൽ അധിഷ്ഠിതമാണ്. ആ ഇണക്കത്തിൻ്റെ വഴിയിലൂടെ സ്വന്തം മോക്ഷത്തെ, സ്വാതന്ത്ര്യത്തെ, ആത്മരതിയെ, ആത്മതൃപ്തിയെ, ആത്മതുഷ്ടിയെ ലക്ഷ്യമാക്കുമ്പോഴേക്കും വ്യക്തിത്വ വികാസത്തിൻ്റെ പാതയിൽ, കുടുംബശ്രേയസ്സിൻ്റെ പാതയിൽ, സമാജ അഭിവൃദ്ധിയുടെ പാതയിൽ, രാഷ്ട്രത്തിൻ്റെ ഉത്കർഷത്തിൻ്റെ പാതയിൽ നാം പുരോഗമിക്കും. ഈ ഒരു യോഗ പാഠം, ഇണക്കത്തിൻ്റെ പാഠം ഓർത്തുകൊണ്ടാവട്ടെ നമ്മുടെ എല്ലാ സേവന പ്രവർത്തനങ്ങളും. അതിന് ആദിശങ്കര ഭഗവത് പാദർ ഭാഷ്യകാരൻ കൃത്യമായി അവിടെ ഇടപെട്ടുകൊണ്ട് കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ആ ഒരു വിരോധത്തെ പർവ്വതവത് അകമ്പ്യം, പർവ്വതം പോലെ അത് വിരോധമുള്ളതാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും സകരുണം, എന്നാൽ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം കിട്ടില്ല എന്ന ഭഗവാന്റെ സൂചനയെ നമുക്ക് മാർഗമായി ഭംഗിയായി ഉപദേശിച്ചു തന്നിരിക്കുന്നു. ഈ ഒരു ഇണക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തമായ ലക്ഷ്യബോധവും മാർഗബോധവും തമ്മിൽ ഇണക്കം വരുത്തേണ്ടതുണ്ട്. ജ്ഞാനനിഷ്ഠ കർമാനുഷ്ഠാനത്തിന് വിപരീതമാകുന്നത് എങ്ങനെ എന്നും ആചാര്യസ്വാമികൾ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അത് കർമ്മത്തെ ഉപേക്ഷിക്കാനുള്ള ആഹ്വാനമല്ല, മറിച്ച് ഭോക്തൃത്വ ബുദ്ധിയെ ജയിക്കാനുള്ള ആഹ്വാനമാണ്, കർത്തൃത്വ ബുദ്ധിയെ ജയിക്കാനുള്ള ആഹ്വാനമാണ്. അതുകൊണ്ട് ഒന്നും മതിയാക്കേണ്ടതില്ല, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാൻ പറയുന്നു, ഞാനത് ചെയ്യുന്നു, എനിക്ക് വാസ്തവത്തിൽ ഒന്നും നേടേണ്ടതായിട്ടില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച്ച കർമ്മണി. എനിക്കൊന്നും പ്രാപിക്കേണ്ടതായിട്ടില്ല, എന്നിട്ടും ഞാൻ കർമ്മരംഗത്ത് വർത്തിക്കുന്നതിനെ മാതൃകയാക്കി കാണിച്ചിരിക്കുന്നു. ആ മാതൃക ഏറ്റുവാങ്ങിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാനുസന്ധാനത്തിൻ്റെതായ മനീഷ നിലനിർത്താൻ. എന്താ മനീഷ? മനീഷ പഞ്ചകത്തിൽ മനീഷയെക്കുറിച്ച് ഭഗവത് പാദര് പറഞ്ഞു തന്നിട്ടുണ്ട്. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിത് ഉജൃംഭതേ യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി സൈവാഹം നച ദൃശ്യവസ്തു. ഈ ദൃശ്യവസ്തു പ്രപഞ്ചം ഒന്നും ഞാനല്ല, ഞാൻ എന്നത് നിരുപാധികമായ ബോധമാണ്, ജ്ഞാനമാണ് എന്ന ഒരു അന്തർധ്യാനവും, ഒപ്പം തന്നെ ശരീര ഉപാധികളെ ഉപയോഗിച്ചുകൊണ്ട്, ശരീരാദി ഉപാധികളെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ വർത്തിച്ചതുപോലെ കർമ്മരംഗത്ത് ഈശ്വരാർപ്പിതമായ കർമ്മത്തിൻ്റെ സമീപനവും പുലർത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആചാര്യ ഭഗവത് പാദരുടെ സമ്പൂർണ്ണ കാരുണ്യത്തിന് നാം അർഹരായി തീരും. മോക്ഷപ്രാപ്തി അനായാസമാവും. ഈ ലോക അനുഭവങ്ങളെ നരകമാക്കാതെ ഇവിടെ തന്നെ സ്വർഗം, ഇവിടെ തന്നെ മോക്ഷം എന്ന സാക്ഷാത്കാരം സാധിക്കും. അതിന് ഭഗവത് പാദർ അനുഗ്രഹിക്കട്ടെ. ആ പാതയിൽ നീങ്ങുന്നതിന് സംഘടനയ്ക്ക് സാധിക്കുമാറാകട്ടെ. ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടും ഊർജ്ജസ്വലം പ്രവർത്തന മേഖലയിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനെ ക്ഷണിച്ച് സംഘാടകരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളിലേവരിലും പരിലസിക്കുന്ന ആത്മവൈഭവത്തിനു മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഹരി.